എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നു. അന്നേരമാണ് ആദർശ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ആദർശ് ചോദിക്കും, നീ എന്താ കരയുമായിരുന്നോ, നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര വിഷമത്തിലാണ് നയന. ഒന്നുമില്ല ആദർശേട്ടാ, ഞാൻ കഴിച്ചില്ല, ആദർശേട്ടൻ കഴിച്ചോ എന്ന് ചോദിക്കും. അന്നേരം എന്നെ ഇവിടെ സഹായിക്കാനായിട്ട് ഒരു ചേട്ടനുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി തരും, ഞാൻ സമയം പോലെ കഴിച്ചോളാം, നീ നിൻ്റെ കാര്യമൊന്നും നോക്കിയാൽ മതി, ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടല്ലേ പോകുന്നത് നയനെ, പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നീയും അമ്മയും കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആകണം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ആദർശ് അങ്ങനെ ഉപദേശിക്കുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും. നയന പറയുന്നുണ്ട്, എനിക്ക് കൂടുതലൊന്നും ഇനി പറയാനില്ല, ഞാൻ വെക്കും ആദർശേട്ടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നു. എന്നിട്ട് പിന്നെയും അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ആദർശ ആ ഫോൺ കോൾ വെച്ചതിന് ശേഷം അടുത്ത കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നു. ആദർശ് കിരണിനെയും കല്യാണിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ആദർശിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. വന്നു കഴിയുമ്പം കിരൺ പറയുന്നുണ്ട്, ഞങ്ങളുടെ പണിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, കാരണം AN ജ്വല്ലറി തിരുവനന്തപുരത്ത് ഒരു ബ്രാഞ്ച് കൂടെ തുടങ്ങുന്നുണ്ട്. ആ ബ്രാഞ്ച് വിഷുവിനോടനുബന്ധിച്ച് ഓപ്പൺ ചെയ്യുന്നതാട്ടോ പറയുന്നത്. ആ ബ്രാഞ്ചിൽ സ്വർണം കൂടാതെ ഡയമണ്ടും കൂടി അവർ ഇറക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയൊരു ജ്വല്ലറി വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയൊരു തിരിച്ചടിയായിരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഏതായാലും ആ കെട്ടിടത്തിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാനായിട്ട് കിട്ടിയേക്കുന്നത് കിരണിനൊക്കെയാണ്. അവരാണല്ലോ ഇപ്പം അവിടുത്തെ മാർക്കറ്റിലെ ഏറ്റവും നല്ല ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്. അതുകൊണ്ട് ഇവർക്കാണ് ആ വർക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവർ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഡേവിഡിനെയൊക്കെ ഒന്ന് പരിചയപ്പെടും. അന്നേരം ഏകദേശം എന്തെങ്കിലും അവരെ പറ്റി അറിയാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ ചെക്കഞ്ഞെടുത്തോളാം എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഡേവിഡ് എവിടുത്തുകാരനാണ്, അയാളുടെ വീട് എവിടെയാണ്, അയാൾ ഇതിനു മുമ്പ് ഗോൾഡ് ബിസിനസ് ചെയ്തിട്ടുണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു പണക്കാരനായിട്ട് പെട്ടെന്ന് ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റുവാണെങ്കിൽ ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദർശ് വിടുന്നത്. പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും കൂടി അങ്ങ് പോകുന്നു. അപ്പം പോകുന്നതിന് മുമ്പ് കല്യാണി പറയുന്നുണ്ട്, ഞാൻ നയനെ വിളിച്ചായിരുന്നു, അവൾ ഭയങ്കര സങ്കടത്തിലാണ്, ഇങ്ങനെ സങ്കടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ, വേണമെങ്കിൽ കൂടെ കൂട്ടാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാനൊരു വലിയ യാത്രയിലാണ്, ഇതിനിടയ്ക്ക് എനിക്ക് അവളെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടാതിരുന്നത് എന്ന്. അന്നേരം കിരൺ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിൻ്റെ അമ്മയ്ക്കൂടെ കൂടെ വരാമല്ലോ, അപ്പോൾ പ്രശ്നം തീരുമല്ലോ എന്ന് പറയുമ്പം അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല, അവർക്ക് രണ്ടുപേർ കൂടെ തീരുമാനമെടുക്കാം, വന്നെങ്കിൽ വരാം, അതിനെയൊന്നും ഞാൻ എതിർക്കത്തുമില്ല എന്ന് പറയുന്നുണ്ട് ആദർശ്. ഏതായാലും കിരണും കല്യാണിയും കൂടെ അവിടെ ഡേവിഡിൻ്റെ ആ സ്ഥാപനത്തിൽ ചെല്ലുന്നുണ്ട്. വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളം പറയുന്നുണ്ട് ഡേവിഡ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം, അതുപോലെ ക്വാളിറ്റിയിൽ മായം ചേർക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഏതായാലും നല്ല രീതിയിലെ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നൊക്കെ കിരൺ പറയുന്നു. അത് കഴിഞ്ഞ് ഡേവിഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വലിയ പണക്കാരനൊന്നും അല്ലായിരുന്നു, ചെറിയ രീതിയിൽ ദുബായിൽ ഒരു സ്ഥാപനം ഇട്ടതാണ്, പിന്നെ പെട്ടെന്ന് സ്വർണത്തിനും വെള്ളിക്കുമൊക്കെ വില കൂടുന്ന കണ്ടപ്പം ഉണ്ടായിരുന്ന സമ്പാദ്യം മൊത്തം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതേതായാലും നല്ല സമയത്തായിരുന്നു, ഭാഗ്യം കൊണ്ട് എല്ലാം നല്ല രീതിയിലായി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം കിരൺ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് 1 രൂപ പോലും പണിക്കൂലി മേടിക്കാതെ നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന്. അന്നേരം അങ്ങേര് പറയും, ഇതിനു മുമ്പ് വില ഇതുപോലെ കൂടുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഗോൾഡ് സ്റ്റോക്ക് ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വില കൂടിയ സമയത്ത് നമ്മൾ പണിക്കൂലി ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം കിരൺ ചോദിക്കുവാണ്, സാറിനെ പരിചയപ്പെട്ടത് ഏതായാലും നന്നായി, സാറിൻ്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കും. എടുത്തോളാൻ പറയുന്നു. അങ്ങനെ കിരണും ഡേവിഡൂടെ ചേർന്ന് നിന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾക്ക് കല്യാണിയായിട്ട് കോൺടാക്ട് ചെയ്തോളാം എന്നങ്ങനെ പറയുന്നുണ്ട്. കാരണം കല്യാണിയാണല്ലോ ഇൻറ്റീരിയർ ഡിസൈൻസൊക്കെ ഫൈനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഐഡിയയും കല്യാണിയെ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു. അയാൾക്ക് ഏതായാലും കല്യാണിയും കിരണിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും വലിയ സ്ഥാപനമായിട്ടും അവർ നേരിട്ട് വന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ. അപ്പം ഡേവിഡും പറയുന്നുണ്ട്, ഞാനും ഇങ്ങനെയാണ്, ഞാൻ വലിയ ആളായി എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല, എല്ലായിടത്തും എൻ്റെ കണ്ണെത്തണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ട് എല്ലായിടത്തും ഞാൻ പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അവരവിടുന്ന് പോരുവാണ്. പിന്നെ കാണിക്കുന്ന ആനന്ദപുരിയാണ്. എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വയ്ക്കുവാണ് ജലജ. അന്നേരം നയന അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ജലജ, അയ്യോ ഏട്ടത്തി എന്താ മോൾ ഇങ്ങോട്ട് വരാത്ത, ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീയൊക്കെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട് എന്നും എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കൂടുതൽ അഭിനയിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുമ്പം ജലജ പറയും, ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങൾക്കും ഇതിലൊക്കെ വിഷമമുണ്ട് എന്ന് പറയുമ്പം, എടി നിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം, നീ ഒരു
കാര്യം ഓർത്ത് വെച്ചോ, നീയും നിൻ്റെ മോനും ഇവിടെ കഴിയുന്നത് പലരുടെയും ഔദാര്യത്തിലാണ്. അതെല്ലാം ഇല്ലാതാക്കി രണ്ടെണ്ണത്തിനെ ഇവിടുന്ന് അടിച്ചിറക്കി വിടാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, അതെന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ദേവയാനി. അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരും. അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതിന് ശേഷം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്തിയെ നയനമോൾ ഭക്ഷണം കഴിച്ചില്ലേ എന്ന്. അന്നേരം ഇങ്ങോട്ട് വന്നില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും, അതിനെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നത് ഈ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന വിശാലമായിട്ട് ഭക്ഷണം കഴിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കും, നിങ്ങൾ എന്താ ഈ പറയുന്നത്, മോൾ ആകെ വിഷമത്തിലല്ലേ, എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതേതായാലും ഒരു കാര്യമായ കാര്യം മുത്തശ്ശൻ ആദ്യമായിട്ട് പറയുക കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാവരും മനസ്സിലാക്കണം. ആദർശന് ഒരു വീഴ്ച പറ്റി, അത് അവൻ മനസ്സിലാക്കി, അത് അവൻ്റെ ഒപ്പം നിൽക്കുന്നവരും മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം ദേവേനെ ചോദിക്കും, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, മോളുടെ വിഷമം അച്ഛൻ മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശ് പോയപ്പം കൂടെ നയനം പോകണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, വേണമെങ്കിൽ കൂടെ പോകാമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം ദേവേനെ, അച്ഛ അങ്ങനെ പറയരുത്, അങ്ങനെ ആദർശൻ്റെ കൂടെ നയനമോൾ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരെങ്കിലും താങ്ങാനുണ്ടെങ്കിലേ തളർച്ച വരുവുള്ളൂ. അച്ഛനും അമ്മയും ഒക്കെ മരിച്ച് അനാഥരായി നിൽക്കുന്ന കുട്ടികളെ എങ്ങനെ ജീവിക്കും എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അവരും ജീവിക്കുന്നില്ലേ, സാഹചര്യം അനുസരിച്ച് എല്ലാം നേരെ ആയിക്കോളും, അല്ലാതെ ആരുടെയും പുറകെ നടന്ന് താങ്ങി പിടിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം, മുത്തശ്ശൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നയനമോൾ ഇങ്ങനെ ഉള്ളം കൈ കൊണ്ടാണെന്നുകൊണ്ടിരുന്നു മുത്തശ്ശന് മാറ്റം വന്നു. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ നോക്കുക. അത് കഴിഞ്ഞ് ദേവയാനി നയനെ വിളിക്കാനായിട്ട് അങ്ങ് പോവാണ്. പോയി കഴിയുമ്പോഴത്തേക്കും ജലജ മുത്തശ്ശനോട് പറയുക, അച്ഛ ഇവിടെ ശരിക്കും ഞാനും എൻ്റെ മോനും വേലക്കാരെ പോലെയാണ് കഴിയുന്നത് എന്ന്. അതിന് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും മൂർത്തി ജ്വല്ലറിയുടെ ട്രസ്റ്റിൽ അംഗമാണ്, അതിൻ്റെ ഒരു ഓഹരി നിങ്ങൾക്ക് കിട്ടും, അപ്പം ശരീരം അനക്കി എന്തെങ്കിലും പണി എടുത്തിട്ട് അത് മേടിക്കുന്നതല്ലേ നല്ലത് എന്ന് മുത്തശ്ശൻ ചോദിക്കും. അത് കഴിഞ്ഞ് മുത്തശ്ശനെ പിന്നെ ഒന്ന് സൂചിപ്പിച്ചേക്കാം എന്നോർത്ത് അങ്ങനെ അടുത്തോട്ട് ചേർന്നിട്ട് ഓരോന്ന് വിളമ്പി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ അച്ഛന് ഇഷ്ടമുള്ളതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതൊന്നും ഇവിടെ ഉണ്ടാക്കേണ്ട കാര്യമില്ല, എല്ലാവരും ഒരുപോലെ കണ്ടാൽ മതി, എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ഇഷ്ടമില്ല എന്ന്. അത് കഴിഞ്ഞ് മുത്തശ്ശിയോട് ചോദിക്കും, താൻ എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന്. അന്നേരം മോളിങ് വരട്ടെ എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ദേവയാനി നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നയന ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ട് റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ദേവയാനി പോയി ആശ്വസിപ്പിക്കും, മോളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്, അവൻ മോളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടല്ലേ പോയത്, ഇനിയിപ്പം മോൾക്ക് അവൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ അവിടെ ഞങ്ങൾ കൊണ്ടുവിടാം, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് എന്നൊക്കെ പറയുക. അന്നേരം നയന പറയുവാണ്, എനിക്ക് ആദർശേട്ടൻ്റെ കാര്യം ഓർത്തിട്ടല്ല സങ്കടം, മുത്തശ്ശൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിപ്പോയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതെന്താ അമ്മ അങ്ങനെ എന്ന് ചോദിക്കുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പെട്ടെന്ന് അച്ഛൻ മാറിപ്പോയി, ബിസിനസ് തകർന്നു എന്നുള്ളൊരു വിഷമത്തിൽ നിന്ന് ഇങ്ങനെ ആയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നയനെ വിളിച്ച് താഴേക്ക് കൊണ്ടുവരുവാണ്. നയന ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നിട്ട് പിന്നെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുവാണ്, ആദർശൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കാണുമോ മുത്തശ്ശി എന്ന് ഭയങ്കര വിഷമത്തോടെ ആട്ടോ ചോദിക്കുന്നത്. അന്നേരം അവൻ കഴിച്ച് കാണും മോളെ എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അവന് വിശന്നിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല, വിശന്നിട്ടുണ്ടെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുവാന്ന്. അന്നേരം മുത്തശ്ശി പറയും, അങ്ങനെയൊന്നുമല്ല, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ കഴിക്കുന്നിടം വരെ അവനും കഴിക്കാറില്ലായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടെയുള്ളവരെ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പ്രത്യേകിച്ച് അങ്ങോട്ട് ആരും വിളിച്ച് പറയാതിരുന്നാൽ മതി, അവൻ്റെ കാര്യം നോക്കിക്കോളും, പ്രത്യേകിച്ച് മോൾ വിളിച്ച് പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുവേ. അന്നേരം ഇങ്ങനെ ഞെട്ടലോട് കൂടി നോക്കുകയാണ് നയന. കാരണം ഇത്രയും വിഷമവും സങ്കടമൊക്കെ കാണിക്കുമ്പോൾ എൻ്റെ ചക്കരമുത്തേ എന്ന് വിളിച്ച് മുത്തശ്ശൻ ചെല്ലുമെന്ന് ഓർത്തെ. ഏതായാലും മുത്തശ്ശൻ അത്രയും പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറയുന്നു. അത് കഴിഞ്ഞ് നയന പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നത് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഭക്ഷണം കഴിക്കണം, ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ചുറ്റുമുള്ളവർ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി നയനോട് പറയും, മോള് ഭക്ഷണം കഴിക്കുക എന്ന്. അന്നേരം നയന ഇങ്ങനെ വിഷമിച്ച് ഓരോ ഇങ്ങനെ എടുത്ത് കഴിക്കുവാണ്. അന്നേരം ജലജ ഭയങ്കര വിഷമത്തോടെ പറയുക, എങ്ങനെ കഴിഞ്ഞ വീടായിരുന്നു, ഇപ്പോൾ ഇതൊരു മരണ വീട് പോലെ ആയല്ലോ എന്ന്. അന്നേരം അത് ഇഷ്ടപ്പെടുന്നില്ല ദേവയാനിക്ക്. ദേവയാനി പറയും, നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നല്ലോ, മതി, ഇനി പൊയ്ക്കോ, ഇനി പാത്രം എടുക്കാറാകുമ്പോൾ നിന്നെ വിളിക്കാം, നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയും. അന്തേക്കും ജലജ, അല്ലെങ്കിലും എനിക്കറിയാം എന്നെ ഇവിടെ ഒരു അടുക്കളക്കാരിയായിട്ടാണ് നിങ്ങളൊക്കെ കാണുന്നത് എന്ന്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ട് പോവും. പോയി കഴിഞ്ഞ് ഇങ്ങനെ നയനിങ്ങനെ ഓരോന്ന് പെറുക്കി തിരുന്ന് കാണുമ്പോൾ മുത്തശ്ശിനെ കുറച്ച് നേരം മുഖത്തേക്ക് നോക്കിയിട്ട് എഴുന്നേൽക്കുക. അന്നേരം എന്താ അച്ഛൻ ഭക്ഷണം കഴിച്ച് നിർത്തിയോ, അതെന്താ എന്ന് ചോദിക്കുമ്പം, അല്ല ഇവിടുന്ന് ഒരുത്തി പോയില്ലേ, അവളെപ്പോലെ തന്നെയാണ് നിങ്ങളൊക്കെ എന്നെയും കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് കഴിപ്പ് അങ്ങ് നിർത്തി, അതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. അന്നേരം ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നോക്കി നിൽക്കുവാണ് നയനയും ദേവയാനിയും ഒക്കെ.
എന്നിട്ട് ദേവയാനി മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ അച്ഛൻ ഇങ്ങനെ മാറിപ്പോയ, അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇത്രയും പരുക്കനായിട്ട് പെരുമാറാൻ അച്ഛൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശി പറയുവാണ്, ബിസിനസ്സൊക്കെ തകരുവാണ് എന്ന് കരുതി സമനില തെറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നിങ്ങളുടെ മുത്തശ്ശൻ പെരുമാറുന്നത് എന്ന് പറയുന്നു. എല്ലാവരും വിഷമിച്ചിരിക്കുന്നു. പക്ഷേ ഇത് മാറി നിന്ന് ഒളിച്ച് കേൾക്കുമെന്ന ജലജ ഭയങ്കര സന്തോഷത്തിലാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.